നമ്മളിപ്പോൾ നിൽക്കുന്നത് പുതിയ അമൃത് ഭാരത് എക്സ്പ്രസിന്റെ പാൻട്രിയിലാണ്. അപ്പോൾ പാൻട്രിയിൽ എന്തൊക്കെയുണ്ടെന്ന് ഒന്ന് കണ്ടാലോ. നമ്മൾ ആദ്യം കയറുമ്പോൾ തന്നെ കാണുന്ന ഒരു വലിയ 2-3 സിലിണ്ടർ ആണ്. ഇതെന്താന്ന് വെച്ചാൽ ഫയർ എമർജൻസി എന്തെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇത് നൈട്രജന്റെ സിലിണ്ടർ ആണ്. ഇതിൻ്റെ അത് വെള്ളമുണ്ട്, ഇതിൻ്റെ അത് വെള്ളം ചീറ്റി അത് കിടന്നായിരിക്കും. ഈ പാൻട്രിക്കകത്ത് നമുക്ക് തീയുടെ സംഭവങ്ങളൊന്നുമില്ല. ഇവിടെ ഉള്ളതെല്ലാം ഇൻഡക്ഷൻ ബേസ്ഡ് അല്ലെങ്കിൽ ഓവനാണ്. അപ്പം നമുക്ക് അതിന്റെ കാഴ്ചകൾ കാണുന്നതിന് മുന്നേ നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഇവിടെ വെള്ളം എന്ന് പറഞ്ഞാൽ ഫുൾ ഫിൽട്ടറൈസ് വെള്ളമാണ്. നിങ്ങൾക്ക് വെള്ളം കുടിച്ച് വയറിളകുമെന്നുള്ള പേടി വേണ്ട. ഇവിടെ ആദ്യം കാണുന്നത് ഒരു സിങ്കാണ്, സ്റ്റീലിന്റെ സിങ്കാണ്. അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഇതൊക്കെ ഫ്രീസർ അല്ലെങ്കിൽ ഐസ് സൂക്ഷിക്കാനുള്ള സംഭവങ്ങളാണ്. പിന്നെ ഇവിടെയും സിങ്കുണ്ട്. ഇത് വാട്ടറിന്റെ ബോയിലറാണ്. ചൂടുവെള്ളം ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതായിരിക്കും. ഈ കാണുന്ന 2 ഇൻഡക്ഷന്റെ സ്റ്റൗ ആണ്. ഇതിൻ്റെ അകത്ത് ചിരിച്ചട്ടി പോലത്തെ സാധനങ്ങളൊക്കെ വെക്കാം. ഇതിൻ്റെ അകത്ത് ഫ്ലാറ്റ് ബോട്ടം ആയിട്ടുള്ള സംഭവങ്ങൾ വെക്കാം. പുറയിലേക്ക് വരുമ്പോൾ നമുക്ക് LG യുടെ വലിയ 2 ഫ്രിഡ്ജ് കാണാം. 2 ഫ്രിഡ്ജസും നല്ല വലിപ്പമുള്ള ഫ്രിഡ്ജസ് ആണ്. ഏകദേശം 320 ലിറ്റേഴ്സിന്റെ കപ്പാസിറ്റി ഉള്ളതാണ്. പിന്നെ പുറയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഫ്രീസേഴ്സ് 2 കാണാം. 2 ഡീപ് ഫ്രീസേഴ്സ് ആണ്. പിന്നെ ഇതിന്റെ അടിയിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും വീണ്ടും നമുക്ക് ഇൻഡക്ഷൻ കാണാം. അപ്പം മൊത്തത്തിൽ 4 ഇൻഡക്ഷൻ കുക്കേഴ്സ് ഉണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഹോട്ട് കേസ് അല്ലെങ്കിൽ ഹോട്ട് പ്ലേറ്റ്സ്, ചൂടുള്ള സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അത് 2-3 അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവങ്ങളാണ്. ഇതിങ്ങനെ കറക്കിയൊക്കെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പം നല്ല എണ്ണയിൽ വറുത്തെടുക്കുന്ന സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ നമുക്ക് ഉള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് സ്പേസുകളാണ്. സ്റ്റോറേജ് സ്പേസ് അവിടെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും വാട്ടർ പ്യൂരിഫയേഴ്സ് ഉണ്ട്. പിന്നെ ഈ കാണുന്നത് ഒരു ഓവനാണ്, വലിയ ഓവനാണ്. നമുക്ക് ഓവൻ ബേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഇത്രയാണ് നമ്മുടെ അമൃത് ഭാരതിന്റെ പുതിയ പാൻട്രിയിലെ വിശേഷങ്ങൾ. അപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ടൊന്ന് പറഞ്ഞേക്കണേ.